ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ നിങ്ങൾക്ക് ലോഗോ ക്രിയേഷനും അതുപോലെ തന്നെ ഇൻട്രോ ക്രിയേഷനൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീഡിയോ നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണ്ടി വരും. അത് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനോ അതുപോലെ തന്നെ അവരെ ഇതൊന്നും റിമൂവ് ചെയ്ത് കളയാനോ കഴിയുന്നില്ലായിരുന്നു. എനിക്കത് ബെസ്റ്റ് ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഉചിതമായ എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മളേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള എല്ലാ ഇതും വരുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് മോഡും അതേപോലെ തന്നെ മോഡുകൾ ഒരുപാട് ടൈപ്പ് മോഡ് വരുന്നുണ്ട്. നമുക്ക് യൂട്യൂബിന് വേണ്ട മോഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്തിട്ട് യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൻ്റെ മോഡ് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക. കൂടുതലൊന്നും ഞാൻ വിശദമാക്കി പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഫ്രീ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. പെയ്ഡ് വേണമെങ്കിൽ പെയ്ഡ് യൂസ് ചെയ്യുക. ഇത് ഫ്രീ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുപാട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് സിമ്പിളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതായിട്ട് തോന്നിയത് ഇതാണ്. എനിക്ക് നല്ലൊരു നമ്മളേതായിട്ടൊരു കംഫർട്ടിന് നമുക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം സിമ്പിളായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡിയോയും ഒരുപാട് കളക്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാനതിൽ നിന്ന് ഓഡിയോ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നല്ല ഓഡിയോസ് ഒരുപാടുണ്ട് ഇതിൽ. നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള യൂട്യൂബ് ഇതിൽ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ വാട്ടർമാർക്ക്? അതിപ്പോൾ ഒന്ന് റിമൂവ് ചെയ്യാനാണ് അതുമ്പോൾ നെക്കിയാൽ മതി. നോക്കിയാൽ ഫ്രീ ആയിട്ട് കാണിക്കുന്നതിൽ നെക്കിക്കഴിഞ്ഞാൽ വാട്ടർമാർക്ക് പോയി. ഇപ്പം അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ആ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഈ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അതല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ പുതിയ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. യൂട്യൂബിൻ്റെ തന്നെ ആയിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ ഫ്രീ ആയിട്ട് വരുന്ന സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഇതിൽ. അതെല്ലാം നിങ്ങൾക്ക് പെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. പെയ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം. നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അതുപോലെ വീഡിയോൻ്റെ ഒപ്പം കൊടുക്കാനും അതുപോലെ തന്നെ പിന്നെ ലെറ്റേഴ്സ് ഒരുപാട് സ്റ്റൈലിൽ ഇതിൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇതിൽ ഞാൻ നമ്മളെ ഹിന്ദിയോ അതുപോലെ തന്നെ മലയാളമോ ലാംഗ്വേജ് കണ്ടില്ല. ചൈനീസും അറബിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ലാംഗ്വേജ് ഞാൻ അതിൽ കണ്ടു. പക്ഷേ നമ്മളെ ഇന്ത്യൻ ലാംഗ്വേജസ് ഒന്നും കണ്ടില്ല ഞാൻ അതിൽ. ബാക്കിയെല്ലാം ഓക്കെ, സൂപ്പർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്ത്. സിമ്പിളായിട്ട് ഒരു പുതിയൊരു യൂട്യൂബർ വരുകയാണെങ്കിൽ ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷേ എനിക്കിത് തോന്നിയിട്ടുള്ളത് ഇത് അടിപൊളി സോഫ്റ്റ്വെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് മേലെ സേവ് ബട്ടൺ നിൽക്കിക്കഴിഞ്ഞാൽ നേരെ സ്ട്രൈറ്റായിട്ട് നിങ്ങളെ ഗാലറിക്ക് തന്നെ സേവ് ആവും. സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സോഫ്റ്റ്വെയർ ആണിത്.